ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗോവ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മൾ വയനാട്ടിൽ നിന്ന് നേരെ പോയത് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം വണ്ടിയിൽ നിന്ന് യാത്രയൊക്കെ ചെയ്തതേ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ ശരി വീഡിയോ എടുക്കാം. കാരണം ആ ഫ്രണ്ട് ഗേറ്റ് വന്നിട്ട് ആ ഒരു ആരെയും ഒന്ന് അട്രാക്റ്റ് ചെയ്യും, ആ ഒരു രീതിയിലാണ് ഫ്രണ്ട് ഗേറ്റ് വെച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയ സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഷോപ്പിലോട്ടൊന്നും കയറിയില്ല, കാരണം എല്ലായിടത്തും നല്ല റേറ്റ് ആയിരിക്കും സാധനങ്ങൾക്കെല്ലാം. അങ്ങനെ പിന്നെ കവാടം പോലെ കുറച്ച് വെച്ചിട്ടുണ്ട്. അത് അവിടുത്തെ കുട്ടികളാണെന്ന് തോന്നുന്നു കേട്ടോ. മറ്റേ നമ്മുടെ ഗുരുകുല സമ്പ്രദായം ഇല്ലേ, അതുപോലെ പഠിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അവിടെ. അതുപോലെ തന്നെ അവർക്ക് ഒരു ഡ്രസ് കോഡുള്ളത് ഇതിപ്പോൾ ഇട്ടിട്ട് പോയില്ലേ, അതാണ് അവിടുത്തെ ഫുള്ള് ആൾക്കാർ, മുതിർന്നവരും കുട്ടികളും ഇട്ടിരിക്കുന്നത് ഫുള്ള് അതേ ഡ്രസ്സാണ്. വേറെ ഡ്രസ്സുകളൊന്നും അവർ ഉപയോഗിക്കത്തില്ല എന്നാണ് തോന്നുന്നത്. കാരണം അവിടുത്തെ ഇവർ ഒരു ഇതായിട്ട് കാണുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഇതേ. അപ്പം ആ പുള്ളിക്കാരനും ആ ഒരു ഡ്രസ് കോഡാണ് ആ ഫോട്ടോയ്ക്കകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് മുറികളും ഇങ്ങനെയൊക്കെ ഉണ്ട് അവിടെ എല്ലാം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, അങ്ങനെയുള്ള കുട്ടികളും മുതിർന്നവരുമൊക്കെ താമസിക്കുന്നതാണ് ആ മുറികളിൽ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ടെമ്പിളിലോട്ട് കയറി. അപ്പോൾ ചെരുപ്പിട്ട് ഉള്ളിലോട്ട് കയറാനായിട്ട് പറ്റില്ല കേട്ടോ. അങ്ങനെ ചെരുപ്പ് അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഞങ്ങൾ കൊടുത്തു. പിന്നെ ബില്ലൊക്കെ വാങ്ങിച്ചു. പിന്നെ ഉള്ളിൽ കയറിയപ്പോൾ എന്തോ ഒരു ആശ്വാസം ഉള്ളതുപോലെ നല്ല കാമൻ ക്വയറ്റായിട്ടിരിക്കും. നമുക്ക് അവിടെ തന്നെ ഇരിക്കാനായിട്ട് തോന്നും. കുറേ സമയം അവിടെ ഇരുന്ന് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മറന്ന് നമ്മൾ ആ ഒരു സ്ഥലമായിട്ട് അലിഞ്ഞ് ചേർന്ന് പോകുമെന്ന് പറയില്ല, ആ ഒരു രീതിയിലാണ് കേട്ടോ ആ ഒരു ടെമ്പിളിൻ്റെ ഉള്ളിലിരുന്ന സമയത്ത്. കൂടുതലും കുഞ്ഞു കുട്ടികളായിട്ട് വന്നവരൊക്കെ ഒരുപാട് സമയം അവിടെ ഇരുന്നിട്ട് ഞങ്ങളുടെ അപ്പുറം ഇപ്പുറം രണ്ടുപേരിങ്ങനെ കൊച്ചു പിള്ളേരെ വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടും അപ്പോൾ അവർക്ക് ഒരാശ്വാസമായിരിക്കാം. കാരണം കുഞ്ഞുങ്ങളിങ്ങനെ എഴഞ്ഞ് നടക്കും. അപ്പം നമുക്ക് അവിടെ നിന്ന് കുറച്ച് സമയം ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാനായിട്ട് പറ്റും. അപ്പം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്ഥലം, ഒരുപാട് ഇഷ്ടമായി. കണ്ടിട്ടില്ലാത്ത സ്ഥലവും അങ്ങനെ ഞങ്ങളിതുപോലത്തെ ഒരു സ്ഥലത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഹസ്ബൻഡും പറഞ്ഞിരുന്നു കേട്ടോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലമൊന്ന്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നു കേട്ടോ. കുറേ സമയം അവിടെ ഇരിക്കുകയും ചെയ്ത് മക്കളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്കും അത്യാവശ്യം എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എൻ്റെ കൊച്ചാണെങ്കിൽ അപ്പുറമാണെങ്കിൽ ഒരു കുഞ്ഞിരുന്നിട്ട് ഇത് നമുക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ പിള്ളേരെല്ലാം പറക്കി വെച്ചിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൊച്ച് അപ്പുറത്തൊരു കുഞ്ഞു കുട്ടിയുടെ ഉണ്ടായിരുന്നു. ആ കൊച്ചിങ്ങനെ പറക്കി വെച്ചിരിക്കുന്ന കണ്ടിട്ട് എടുത്തിട്ട് വന്നിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ള പിള്ളേരെയും കൂടെ അവിടെ പിടിച്ചിരുത്തി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞ ശേഷം അവിടെ എന്തോ നമ്മുടെ പൂജയ്ക്കൊക്കെ കൊടുക്കൂലേ, അതുപോലെ നമ്മുടെ നിലവിളക്കിൻ്റെ എന്തോ ഒരു സംഭവം അവിടെ ആൾക്കാരിങ്ങനെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഡിബറ്റ് അതുപോലത്തെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ടിബറ്റൻ രാജ്യങ്ങൾ അങ്ങനെ എന്തൊക്കെയോ, അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. എനിക്ക് അറിയണമെന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ കൂടുതലൊന്ന് പഠിച്ചിരുന്നെങ്കിൽ കൊള്ളാം എന്ന് ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അങ്ങനെ അവിടെ പോയി നമ്മുടെ ടിബറ്റൻ രാജ്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ നല്ല രസമുള്ള ഒരു സംഭവമായിരുന്നു അത്. അങ്ങനെ അവിടെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ അപ്പുറം സൈഡിൽ പോയി. അവിടെ വേറെന്തോ കുറേ ഓരോ സെക്ഷനിലും ഓരോ രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെ ടെമ്പിൾ തന്നെ വന്നിട്ട് 3 എണ്ണം ഉണ്ടായിരുന്നു. അപ്പം ഇത് ഒരു ടെമ്പിളിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്തായിരുന്നു ഇതാ ഇപ്പോൾ കണ്ടില്ലേ ടിബറ്റിൻ്റെ ആ ഒരു ഇത് കണ്ടത്. പിന്നെ ഓപ്പോസിറ്റ് വേറൊരു ഇതുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലും കയറിയിട്ട്. അവിടെ കയറിയ സമയത്ത് അവിടെ നമ്മളിപ്പോൾ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുമല്ലോ, മുട്ടുകുത്തിയിരുന്നിട്ട് പ്രാർത്ഥിക്കുമല്ലോ, അപ്പോൾ അതുപോലെയാണ് അവിടെ
അവിടുത്തെ ആൾക്കാർ വന്നിട്ട് ഞങ്ങളവിടെ നിന്ന സമയത്ത് ഒരു പയ്യൻ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പ്രാർത്ഥിച്ചു. പിന്നെ ഈ നമ്മൾ ഈ കടന്നിട്ട് നമസ്കാരം ചെയ്യില്ല, അതുപോലെ 2 3 വട്ടമൊക്കെ അങ്ങനെ ചെയ്തു. പിന്നെ എന്തൊക്കെയോ അവർ അവരുടേതായ രീതിയിൽ ഓരോ പ്രാർത്ഥന ഇതിങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ അവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും അറിയില്ല. പിന്നെ എന്തായാലും അവിടെ കുറേ ഇതൊക്കെ ഞങ്ങൾ കണ്ട് അവരുടെ ആ ഒരു പ്രാർത്ഥനാ രീതിയൊക്കെ കണ്ട് കുറേ സമയം ഇട്ടിരുന്നു. പിന്നെ അവിടെ നേർച്ചയിടാനായിട്ട് പറ്റും കേട്ടോ. ഞങ്ങളങ്ങനെ നേർച്ചയൊന്നും ഇടാനായിട്ടും നിന്നില്ല. മറ്റുള്ളവർ അവിടുത്തെ ആൾക്കാരിടുന്നതൊക്കെ കണ്ടു. അങ്ങനെ അവിടെ നേരെ അപ്പുറം സൈഡ് വേറൊരു ഇതുകൂടെ ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ട് കുറേ സമയം അവിടെ ഇരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഇരിക്കാനായിട്ടുള്ള സ്പേസ് ഇല്ല. ജസ്റ്റ് നമുക്ക് കയറി ഒന്ന് പ്രെയർ ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇപ്പം ചെറുതായിട്ട് കണ്ടില്ല, അതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ പോയ സമയത്ത് ഇവിടെ ആൾക്കാർ ഈ പ്രെയറിൻ്റെ എന്തോ ഇത് ചെയ്യുന്നുണ്ടായിരുന്നേ ഉള്ളൂ. ഈ വിളക്കുകളൊന്നും അവർ കത്തിച്ചിട്ടില്ല. ഞങ്ങളിതെല്ലാം കണ്ട് പുറത്തിറങ്ങിയ സമയത്ത് എല്ലാ വിളക്കുകളും കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയ സമയത്ത് അവർ ലേഡീസാണ് കേട്ടോ. അവരുടെ ഒപ്പം നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ വേറൊരു സ്ഥലത്തോട്ട് പോയി. അടുത്ത സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ആന വളർത്തൽ കേന്ദ്രമാണ് കേട്ടോ. അപ്പം അവിടെ എത്തി. അപ്പോൾ അവിടെ പോകണമെങ്കിൽ നമ്മുടെ ഈ ആറ് കടന്ന് വേണം അപ്പുറത്ത് പോവാനായിട്ട്. അത് കാടുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഈ വെള്ളത്തൂടെ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്. ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ. വെള്ളം കുറച്ചേ ഉള്ളൂ കേട്ടോ, അതിൻ്റേതായ ഒരു ചെറിയ ബുദ്ധിമുട്ടേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ മന്ദം പോകുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്ത് എത്തുന്നത് വരെ ഒന്ന് കണ്ടിട്ട് വരാം പെട്ടെന്ന്. ആണല്ല നാട്ട് ചേട്ടാ അവൻ്റെ കൈ പിടിച്ചേട്ടാ. ഇത് കുഞ്ഞൽപ്പം കൂടെ കുഞ്ഞാന. അങ്ങനെ അടുത്തോട്ട് പോവാം ചേട്ടാ. ഫോട്ടോ എടുക്കണം. ഓ മണ്ണ് വരി എന്ത് തലയിലിരുന്നത് അത്. ఐదు ఆరు టన్నులు ఉంటుంది. കുഞ്ഞു ഇവിടെ നിൽക്കണ്ട, അലർജി വരും. നടന്ന് വരണം ആൻറ്റി. എത്തിയില്ല ആരും. പതുക്കെ ബോട്ടിങ് ഇല്ല, വെള്ളം ഇല്ലല്ലോ. ആ പൊങ്ങ് എక్కడికి పోనా
വൃത്തിയായുള്ള ആന. അങ്ങറ്റത്ത് നിൽക്കുന്ന രണ്ടെണ്ണവും കുളിക്കാവുള്ളതായിരിക്കും. മറ്റൊന്നും കുളിച്ചിട്ട് തന്നെ നിൽക്കണം തോന്നുന്നു. വൃത്തിയുണ്ടായ ഇതുപോലെ മണ്ണ് വാരി അറിഞ്ഞറിഞ്ഞറിഞ്ഞ് കാതിനെ ആരും. അങ്ങനെ ഇതേ ഞങ്ങൾ ഇവിടുത്തെ ആനയുടെ ഇതൊക്കെ കണ്ടിട്ട്, ആനയുടെ കുറേ ആനകളും ആനക്കൂട്ടും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, വേറൊരു സ്ഥലത്തോട്ട് പോയി. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇത് ആനയെ മെരുക്കിയെടുക്കാനായിട്ട് പണിതിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.